അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തറവാട്ടിൽ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരാണ് തയ്ച്ച് തരുന്നത്. ഞങ്ങൾ ആ സൈഡിലുള്ള എല്ലാവർക്കും തയ്ച്ചിരുന്ന അവർ ചേച്ചിയാണ്. അപ്പോൾ അവിടെ തയ്ക്കാൻ കൊടുക്കാൻ പോകുമ്പോഴും തയ്ച്ചത് വാങ്ങാൻ പോകുമ്പോഴും ഒക്കെ അവർ തയ്ക്കുന്നത് കണ്ടാണ് എനിക്ക് ഈ തയ്ക്കുന്നതിനോട് സ്റ്റിച്ചിങ്ങിനോട് ഭയങ്കര ഒരു കൊതി വന്നത്. ആ ഒരു സമയം മുതലാണ്. കുഞ്ഞിലെ മുതലേ കണ്ട് അതിനോടൊരു ആഗ്രഹം അതിനുള്ളിൽ അത് വളർന്നു വന്നു. എൻ്റെ വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്ത് നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ഇത്രയും പഠിക്കാനുള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ട് നടക്കാതെ പോയൊരു ആഗ്രഹം സാധിക്കാൻ ഒരു അവസരം കിട്ടിയത് എനിക്ക് എൻ്റെ മോനൊക്കെ ആയതിനു ശേഷം, എൻ്റെ ഡെലിവറിക്ക് ശേഷം അവനൊരു 8 മാസമൊക്കെ പ്രായമുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലല്ല ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ തയ്യൽ പഠിക്കുന്ന രമേച്ചി എന്ന് പറയും, ആണ് ടീച്ചർ, തയ്യൽ ടീച്ചർ എന്ന് വിളിക്കും, ടീച്ചറടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ വൈകിട്ടാണ് പോകുന്നത്. അവിടെ രാവിലെ മുതൽ എപ്പോഴാണെന്ന് വെച്ചാൽ പോവാം പഠിക്കാൻ വേണ്ടിയിട്ട്, ടീച്ചർ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് മോനുണ്ട്. അപ്പം മോനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ഫുൾ ഡേ ഒന്നും പഠിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ മദറിനോട് കൺവീനിയൻസും കൂടി നോക്കണ്ടേ. അപ്പോൾ അത് വെച്ചിട്ട് വൈകിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഒരു 3 മണി മുതൽ 4-5 മണി വരെ 2 മണിക്കൂർ അതാണ് സമയം. അപ്പോൾ അപ്പോഴത്തേന് പണികളെല്ലാം തീർക്കണം, മോൻ്റെ ഫുഡ് കൊടുക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നിട്ട് മോനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ ക്ലാസ്സിന് പോകും. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം പിന്നെ മദറിലേക്ക് ബാക്കി മദറിനോട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. ടീച്ചർ അടുത്ത് രമേശിൻ്റെ അടുത്ത് പഠിക്കാൻ പോയി. ഞാൻ പഠിക്കാൻ പോയപ്പം അവിടെ അന്ന് ഫസ്റ്റ് ഞാൻ പഠിക്കാൻ പോയി അന്ന് തന്നെ ഞാൻ കാണുന്നതാണ്, അവിടെ പഠിച്ചുകൊണ്ടിരുന്നതാണ് അഖില എന്ന് പറയും. അപ്പോൾ അവളുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നെ രമേശി ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കേട്ടോ ഞങ്ങൾ രണ്ടുപേരുമാണ് പഠിക്കാനുള്ളത്. അവൾ കോളേജ് കഴിഞ്ഞിട്ട് അവൾ വരും, അവിടെ കയറും, അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചുരിദാർ പഠിക്കാനാണ് പോയത്. ടീച്ചർ അങ്ങനെ ഒരു ഐറ്റമായിട്ട് എടുത്ത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരിദാർ അളവെടുത്ത് വെട്ടി തയ്ക്കുക, അതാണ് പഠിക്കുന്നത്. അങ്ങനെ കുറച്ചൊക്കെ യൂട്യൂബ് നോക്കിയിട്ട് തയ്യൽ മെഷീൻ ചവിട്ടാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ. അപ്പം വളയ്ക്കാതെ പൊളയാതെയൊക്കെ ചവിട്ടും. പിന്നെ വക്കടിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ ചവിട്ടിയിട്ട് അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അളവെടുത്ത് വെട്ടി തയ്ക്കണം, അതാണ് എൻ്റെ ഒരിത്. അങ്ങനെ ടീച്ചർ പറഞ്ഞിരുന്ന രീതിയിൽ വെട്ടി തയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കൂടുതലും ടീച്ചറാണ് വെട്ടിത്തരും, അത് തയ്ച്ചാൽ മതി. അങ്ങനെ ആ ഒരു ഇത് നടക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ സ്വന്തമായിട്ട് തയ്ച്ചിട്ട് ഒരു ഉടുപ്പ് എനിക്ക് ഇടണം. അതെൻ്റെ ഒരു ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ അതിനെ കൊതി എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം എന്ന് പറയുന്നതിനേക്കാളും കൊതി എന്നുള്ള വേർഡാണ് അതിന് ആപ്റ്റ്. എനിക്ക് അതുപോലത്തെ കൊതിയായിരുന്നു സ്വന്തമായിട്ട് തയ്ച്ചിട്ടൊരു ഡ്രസ്സ് ഇടണം എന്നുള്ളത്. അപ്പോൾ സ്വന്തമായിട്ട് തയ്ച്ചിട്ട് ഒരു ഡ്രസ്സല്ല, ഒരു 10-ൽ കൂടുതൽ ഡ്രസ്സ് ഞാൻ ഇട്ടിരിക്കുന്നു. ഇനി ഞാൻ ഒരുപാട് ഇടും, അത് വേറെ കാര്യം. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് തരുന്നത്. നമ്മൾ തയ്ച്ചൊരു ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. അങ്ങനെ തയ്ക്കാൻ പഠിക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ 2 കൂട്ടാണ് ഇത്, രമേച്ചിയും അഖില എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ഇപ്പോഴും കൂട്ടുണ്ട്, വിളിക്കും, സംസാരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തയ്ക്കാനൊരു കൊതി തോന്നുമ്പം പോയി മെറ്റീരിയൽ എടുക്കുന്നു, നേരെ ടീച്ചറുടെ അടുത്ത് പോകുന്നു, തയ്ക്കുന്നു. വീട്ടിൽ നിന്ന് തന്നെ മോനെ വെച്ചിട്ട് തയ്ക്കാൻ സമയം കിട്ടി ഞാൻ വീട്ടിൽ നിന്ന് തയ്ച്ചിടും. അങ്ങനെയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ജെൻഡർ വേസ്റ്റ് അല്ല, ആണായാലും പെണ്ണായാലും തയ്ക്കാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പറയാനൊന്നും ഞാൻ ആളല്ല, പക്ഷേ തയ്യലൊരു എനിക്ക് ഭയങ്കര പോസിറ്റീവാണ്. ഞാൻ കുറച്ച് ടെൻഷനിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഇരുന്ന് തയ്ച്ചാൽ ഞാൻ ഭയങ്കര കാമാവും. ബാക്കി വിഷമങ്ങളെല്ലാം മറന്ന് കാമായിട്ട് ഒരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടുന്നുണ്ട് തയ്ക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്, ഇനി ഇന്നും ഇഷ്ടമായിരിക്കും. അങ്ങനെയാണ് ഞാൻ തയ്ക്കാൻ പഠിച്ചത്. ഞാൻ ചുരിദാർ തയ്ക്കാൻ പഠിച്ചു ടീച്ചറെടുത്ത്. പിന്നെ ബ്ലൗസാണ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അതത്ര സക്സസ് ആയില്ല. കാരണം ബ്ലൗസ് വെട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബാലികേറ മലയാണ്. പക്ഷേ ഞാൻ ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് വെട്ടി തയ്ച്ചിട്ടുണ്ട്. ഒരു 3-4-5 ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടുണ്ട്. പ്രിൻസസ് കട്ടാണ്. മറ്റേ കപ്പ് വെച്ചിട്ടുള്ള ബ്ലൗസ് കട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടാൻ, എനിക്കതറിയില്ല. തയ്ക്കും, പക്ഷേ വെട്ടിത്തരേണ്ടി വരുമായിരിക്കും അങ്ങനെ. പിന്നെ അല്ലാതെ ഷോർട്ട് കുർത്തീസ് ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് അത് തയ്ച്ചിട്ടുണ്ട് ഒത്തിരി. എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുപോലെ ഒരെണ്ണം തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ അങ്ങനെ ഗിഫ്റ്റായിട്ട് സ്വന്തമായി തയ്ച്ചൊരു സാധനം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് അത് കൊടുത്തത്. അങ്ങനെ എനിക്ക് തയ്ക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എനിക്ക് സമാധാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്, മെയിൻ കാര്യമാണ് ഇത് തയ്ക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ ഇരിക്കുക. പക്ഷേ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് തയ്ക്കാൻ ഇരുന്ന് എന്നെ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കര കൊതിയോടുകൂടിയായിരിക്കും അതിന് മുന്നിൽ വെട്ടാനും തയ്ക്കാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെച്ചിലിരുന്ന് ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കഴിയുമ്പം നമുക്കത് നടക്കില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലായിരിക്കണം. എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ ഇല്ല. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ ആഗ്രഹം നടത്താൻ പറ്റില്ല. പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ തന്നെയാണ് തയ്യൽ മെഷീൻ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് തയ്ക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് അവരോട് അങ്ങനെ ഒരുപാടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ കൺവീനിയൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുറേ ഞാൻ തയ്ച്ചിട്ടുണ്ട്. അവിടുത്തെ അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ തയ്ച്ചിട്ടുണ്ട്.